മരണത്തിൽ നിന്നും രക്ഷിച്ച ഗുരുവായൂരപ്പന്റെ കഥ അറിയാമോ? ഒരിക്കൽ പാണ്ഡ്യരാജാവ് തന്റെ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്യോതിഷനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് തന്റെ ജാതകം നോക്കി പറയുവാൻ നൽകി. രാജാവിന്റെ ജാതകം ഗണിച്ചു നോക്കിയ ജ്യോതിഷൻ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം പാമ്പുകടിയേറ്റ് മരിക്കുമെന്നും വിധിയെഴുതി. ഇതറിഞ്ഞ് കുപിതനായ രാജാവ് ജ്യോത്സ്യരെ തടവറയിലാക്കുവാൻ ഉത്തരവിട്ടു. ഉടനെ മന്ത്രി അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് അപമൃത്യുവിന് ഇടയാകുമെന്നതാണോ തൻ്റെ തലവിധി എന്നാലോചിച്ച് രാജാവ് ആശയക്കുഴപ്പത്തിലിരിക്കവേ സദസ്സിലുള്ള ഒരു നമ്പൂതിരി പാപപരിഹാരത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണമെന്നും ഇനി അഥവാ അവിടെ വെച്ച് മരിച്ചാൽ തന്നെ മോക്ഷം കിട്ടുമെന്നും നിർദ്ദേശിച്ചു. ഇത് അനുസരിച്ച് രാജാവും കുടുംബവും ജ്യോത്സ്യരും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഗുരുവായൂരിലെത്തിയ രാജാവ് തൻ്റെ മരണം പ്രവചിച്ച ദിവസം വരെയും ഭജനയിരിക്കുവാൻ തീരുമാനിച്ചു. അത് അനുസരിച്ചുള്ള എല്ലാ ചിട്ടകളും അദ്ദേഹം പാലിച്ചു പോന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഉണർന്നു നോക്കിയ രാജാവ് താൻ ജീവിച്ചിരിക്കുന്നതായി മനസ്സിലാക്കി. ജ്യോത്സ്യൻ മരണം പ്രവചിച്ച പിറ്റേ ദിവസമായിരുന്നു അത്. ഒരേ സമയം സന്തോഷവും കോപവും തോന്നിയ രാജാവ് ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തിൻ്റെ തല അറക്കുവാനായി ഉത്തരവിടുകയും ചെയ്തു. തലേന്ന് രാത്രി താൻ ഒരു പാമ്പിനെ പോലും കണ്ടതില്ല എന്നായിരുന്നു രാജാവിൻ്റെ വാദം. അപ്പോൾ ജ്യോത്സ്യൻ രാജാവിൻ്റെ കാലിലേക്ക് നോക്കുകയും അവിടെയുള്ള ഒരു പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് പാമ്പ് കടിയേറ്റ പാടായിരുന്നു. ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ രാജാവ് അപ്പോൾ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പുനരുദ്ധീകരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും തൻ്റെ സമ്പത്ത് മുഴുവൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ക്ഷേത്രത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പുതുക്കി പണിയുകയും ശ്രീകോവിലിൻ്റെ ചുമരുകളിൽ ചിത്രം വരച്ച് ചേർക്കുകയും ചെയ്തു. കൂടാതെ കുറേ കാലം ഗുരുവായൂരപ്പൻ്റെ ഭക്തനായി ജീവിച്ചു പോന്നു. രാമായണ മാസം പ്രമാണിച്ച് നമ്മുടെ ചാനലിൽ രാമായണം കഥ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കമൻറ്റിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറി കാണാവുന്നതാണ്.